ഓം ശാന്തി. 28/3/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഓരോരുത്തരുടെയും പാപം വലിച്ചു കുടിക്കുന്ന ഒന്നാന്തരം ബ്ലോട്ടിംഗ് പേപ്പർ, അതായത് ഒപ്പുകടലാസ്, ഒരു ശിവബാബയാണ്. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപങ്ങൾ നശിക്കുന്നു. ചോദ്യം: ആത്മാവിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും കടുത്ത കറ ഏതാണ്? അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏതു പരിശ്രമം ചെയ്യണം? ഉത്തരം: ആത്മാവിൽ ദേഹാഭിമാനത്തിന്റെ വളരെയധികം കടുത്ത കറയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ദേഹധാരിയുടെ നാമരൂപത്തിൽ കുടുങ്ങിപ്പോകുന്നു. ബാബയെ ഓർമ്മിക്കാതെ ദേഹധാരികളെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നു. ഈ കറയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദേഹി അഭിമാനി ആയിരിക്കാനുള്ള പരിശ്രമം ചെയ്യൂ. ഗീതം: മുഖം നോക്കൂ ആത്മാവേ. ഓം ശാന്തി. മധുരമധുരമായ എല്ലാ സെന്ററുകളിലുമുള്ള കുട്ടികൾ ഈ ഗീതം കേട്ടു. ഇപ്പോൾ സ്വയത്തെ നോക്കൂ. എത്ര പുണ്യത്തിന്റെ ശേഖരണമുണ്ട്, എത്ര പാപങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. മുഴുവൻ ലോകവും സന്യാസിമാരുമെല്ലാം വിളിക്കുന്നുണ്ട്, അല്ലയോ പതീത പാവന. ഒരു ബാബ മാത്രമേ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നുള്ളൂ. ബാക്കി എല്ലാ ആത്മാക്കളിലും പാപമുണ്ട്. ആത്മാവിൽ തന്നെയാണ് പാപമുള്ളതെന്ന് നിങ്ങൾക്കറിയാം. പുണ്യവും ആത്മാവിലാണ് ഉള്ളത്. ആത്മാവ് തന്നെയാണ് പാവനവും പതീതവുമായി മാറുന്നത്. ഈ കലിയുഗത്തിലുള്ള എല്ലാ ആത്മാക്കളും പതീതരാണ്. പാപങ്ങളുടെ കറ പറ്റിയിരിക്കുന്നത് കാരണം പാപാത്മാവെന്നാണ് പറയുന്നത്. ഇനി പാപം എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? ഏതെങ്കിലും വസ്തുവിൽ എണ്ണ അല്ലെങ്കിൽ മഷി വീഴുകയാണെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ, അതായത് ഒപ്പുകടലാസ് വെക്കാറുണ്ട്. ബ്ലോട്ടിംഗ് പേപ്പർ എല്ലാം വലിച്ചെടുക്കുന്നു. ഇപ്പോൾ എല്ലാ മനുഷ്യരും ഓർമ്മിക്കുന്നത് ഒരാളെയാണ്. എന്തുകൊണ്ടെന്നാൽ ബാബ തന്നെയാണ് ബ്ലോട്ടിംഗ് പേപ്പർ. പതീത പാവനനാണ്. ഒരേ ഒരു ബാബയല്ലാതെ മറ്റൊരു ബ്ലോട്ടിംഗ് പേപ്പർ ഇല്ല. മറ്റുള്ള മനുഷ്യർ ജന്മജന്മാന്തരങ്ങളായി ഗംഗാസ്നാനം ചെയ്ത് ഒന്നുകൂടി പതീതമായിരിക്കുകയാണ്. പതീതരെ പാവനമാക്കി മാറ്റുന്ന ഒരേ ഒരു ശിവ് ബാബ മാത്രമാണ് ബ്ലോട്ടിംഗ് പേപ്പർ. ബാബ ചെറുതിലും ചെറിയ ഒരു ബിന്ദുവാണ്. എല്ലാവരുടെയും പാപങ്ങൾ ഇല്ലാതാക്കുന്നു. ഏത് യുക്തിയിലൂടെയാണ് ഇല്ലാതാക്കുന്നത്? കേവലം പറയുന്നു, ബ്ലോട്ടിംഗ് പേപ്പറായ എന്നെ മാത്രം ഓർമ്മിക്കൂ, ഞാൻ ചൈതന്യമല്ലേ. നിങ്ങൾക്ക് മറ്റൊരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. നിങ്ങൾ ആത്മാക്കളും ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങളുടെ സർവ പാപങ്ങളും നശിക്കും. ഇപ്പോൾ ഓരോരുത്തരും അവനവന്റെ ഹൃദയത്തോട് ചോദിക്കൂ, ഓർമ്മയിലൂടെ എത്രത്തോളം പാപം നശിച്ചു? എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്? ബാക്കി എത്ര പാപങ്ങൾ ബാക്കിയുണ്ട്? ഇതെങ്ങനെ അറിയാൻ സാധിക്കും? ഒരേ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിനെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ എന്ന് മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കൂ. എല്ലാവർക്കും ഈ നിർദ്ദേശം പറഞ്ഞു കൊടുക്കുന്നതും നല്ലതല്ലേ? ഇതും അത്ഭുതമാണ്. നിർദ്ദേശം ലഭിക്കുന്നവരും ബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും. നിർദ്ദേശം നൽകുന്നവർ സ്വയം ഓർമ്മിക്കുന്നില്ല. അതിനാൽ പാപങ്ങൾ ഇല്ലാതാകുന്നുമില്ല. പതീത പാവനൻ ഒരു ബാബ മാത്രമാണ്. അനേക പ്രകാരത്തിലുള്ള പാപങ്ങളുണ്ട്. കാമത്തിന്റെ പാപം, ദേഹാഭിമാനത്തിന്റെ പാപമാണ് ആദ്യ നമ്പറിൽ ഉള്ളത്. ഇത് വളരെ മോശമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹി അഭിമാനിയായി മാറൂ. എത്രത്തോളം എന്നെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിൽ പറ്റിയിരിക്കുന്ന കറകളെല്ലാം ഭസ്മമാകും. ഓർമ്മിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കണം. എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുവോ
അത്രത്തോളം അവനവന്റെ മംഗളവും ഉണ്ടാകുന്നു. ഈ ജോലിയിൽ തന്നെ മുഴുകൂ. ബാബയെ ഓർമ്മിക്കൂ, എന്നാൽ പുണ്യാത്മാവായി മാറും എന്നുള്ളത് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കൂ. പതിത പാവനൻ ഒന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾ ജ്ഞാന നദികൾ അനേകമുണ്ടെങ്കിലും എല്ലാവരോടും നിങ്ങൾ പറയുന്നതിതാണ്, ഒരാളെ മാത്രം ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പതിത പാവനൻ. ബാബയ്ക്ക് ഒരുപാട് മഹിമയുണ്ട്. ജ്ഞാനസാഗരനും ബാബ തന്നെയാണ്. ഒരു ബാബയെ മാത്രം ഓർമ്മിച്ച് ദേഹി അഭിമാനിയായി കഴിയുക. ഈ ഒരു കാര്യം തന്നെയാണ് ബുദ്ധിമുട്ട്. ബാബ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്. എന്നാൽ ബാബയുടെ ശ്രദ്ധയിൽ മുഴുവൻ സെന്ററുകളിലെ കുട്ടികളുമുണ്ട്. ബാബ എല്ലാ കുട്ടികളെയും കാണുന്നുണ്ടല്ലോ. എവിടെയാണോ നല്ല സേവാധാരികളായ കുട്ടികളുള്ളത്, അവിടെയാണല്ലോ ശിവബാബയുടെ പൂന്തോട്ടം. നല്ല പൂച്ചെണ്ടുകളെ മാത്രമാണ് ബാബ ഓർമ്മിക്കുന്നത്. ധനവാന്മാർക്ക് 4-5 കുട്ടികളുണ്ടെങ്കിൽ അതിൽ വലിയ കുട്ടിയെ ഓർമ്മിക്കുന്നു. പുഷ്പങ്ങളും വൈവിധ്യമുള്ളതാണ്. അതിനാൽ ബാബയും തന്റെ വലിയ പൂന്തോട്ടങ്ങളെയാണ് ഓർമ്മിക്കുന്നത്. ശിവബാബയെ മാത്രം ഓർമ്മിക്കൂ എന്ന വഴി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എളുപ്പമാണ്. ബാബ തന്നെയാണ് പതിത പാവനൻ. ബാബ സ്വയം പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപം ഭസ്മമാകും. മുഴുവൻ ലോകത്തിനു വേണ്ടിയും ഒന്നാന്തരം ബ്ലോട്ടിംഗ് പേപ്പറാണ്. എല്ലാവരും ബാബയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ശിവബാബയെ ഓർമ്മിക്കൂ എന്ന വഴി ആർക്കും പറഞ്ഞു കൊടുക്കുന്നത് സഹജമാണ്. ബാബ യുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളിലുള്ള ദേഹാഭിമാനത്തിന്റെ കറകളെല്ലാം ഇല്ലാതാകും. ദേഹി അഭിമാനിയാകുന്നതിനാണ് പ്രയത്നം. ബാബയോട് ആരും തന്നെ സത്യം പറയുന്നില്ല. ചിലരെല്ലാം ചാർട്ട് എഴുതി അയക്കാറുണ്ട്, പിന്നീട് ക്ഷീണിക്കുന്നു. ഉയർന്ന ലക്ഷ്യമാണ്. മായ ഒറ്റയടിക്ക് ലഹരി ഇല്ലാതാക്കുന്നു. പിന്നെ എഴുതുന്നതും ഉപേക്ഷിക്കുന്നു. പകുതി കൽപ്പത്തിന്റെ ദേഹാഭിമാനത്തിൽ നിന്ന് മുക്തമാകുന്നില്ല. ബാബ പറയുന്നു, ഈ ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യൂ. ശരി, ഏറ്റവും ഉയർന്ന ജോലി ഇതാണ്. സ്വയം ഓർമ്മിക്കാത്തവർ ഈ ജോലി ചെയ്യുകയില്ല. ബാബയുടെ ഓർമ്മ യോഗ അഗ്നിയാണ്. ഇതിലൂടെ പാപങ്ങൾ ഭസ്മമാകുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എത്രത്തോളം പാപം ഭസ്മമായി? എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും സന്തോഷത്തിന്റെ രസം ഉയർന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെയും ഹൃദയത്തെ അറിയാൻ സാധിക്കും. മറ്റുള്ളവരെയും അവരുടെ സേവനത്തിലൂടെ അറിയാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു, ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പതിത പാവനൻ. ഇത് പതിതവും തമോ പ്രധാനവുമായ ലോകമാണ്. എല്ലാ ആത്മാക്കളും ശരീരവും തമോ പ്രധാനമാണ്. ഇപ്പോൾ തിരിച്ചു പോകണം. ശാന്തിധാമത്തിൽ എല്ലാ ആത്മാക്കളും പവിത്രമായിരിക്കും. പവിത്രമായാൽ മാത്രമേ വീട്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്കും ഈ വഴി തന്നെ പറഞ്ഞു കൊടുക്കണം. ബാബ വളരെ സഹജമായ യുക്തിയാണ് പറഞ്ഞു തരുന്നത്. ശിവബാബയെ ഓർമ്മിക്കൂ. ഈ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ മാത്രം വയ്ക്കൂ, എന്നാൽ എല്ലാ പാപങ്ങളും വലിച്ചെടുക്കും. നിങ്ങളുടെ വികർമ്മം വിനാശമാകും. മുഖ്യമായതും ഉയർന്നതുമായ കാര്യം പാവനമാകുക എന്നതാണ്. മനുഷ്യർ പതീതമാകുമ്പോഴാണല്ലോ വിളിക്കുന്നത്, അല്ലയോ പതിത പാവന, വരൂ, വന്നെല്ലാവരെയും പാവനമാക്കി മാറ്റി കൂടെ കൊണ്ടുപോകൂ. എഴുതിയിട്ടുമുണ്ട്, സർവാത്മാക്കളെയും പാവനമാക്കി കൂടെ കൊണ്ടുപോകുന്നു. പിന്നീട് ഒരു പതീതമായ ആത്മാവും ഉണ്ടാവില്ല. ആദ്യമാദ്യം സ്വർഗവാസികൾ മാത്രമേ വരികയുള്ളൂ എന്നും മനസ്സിലാക്കി തന്നിട്ടുണ്ട്.
ബാബ നൽകുന്ന മരുന്ന് എല്ലാവർക്കും വേണ്ടിയാണ്. ആരെ കണ്ടുമുട്ടുകയാണെങ്കിലും അവർക്കും ഈ മരുന്ന് തന്നെ നൽകണം. നിങ്ങൾ പിതാവിന്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആത്മാവ് പതീതമാണ്, അതിനാൽ പോകാൻ സാധിക്കില്ല. പാവനമായി മാറിയാൽ പോകാം. അല്ലയോ ആത്മാക്കളെ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ ഞാൻ കൊണ്ടുപോകാം. പിന്നീട് വീട്ടിൽ നിന്ന് നിങ്ങളെ സുഖത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാം. പിന്നീട് ലോകം പഴയതാകുമ്പോൾ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു. ഞാൻ ആർക്കും ദുഃഖം കൊടുക്കുന്നില്ല. ഓരോരുത്തരും അവനവനെ നോക്കണം. ഞാൻ ഓർമ്മിക്കുന്നുണ്ടോ? എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രത്തോളം സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും. എത്ര സഹജമായ മരുന്നാണ്. മറ്റൊരു സന്യാസിമാർക്കും ഈ മരുന്നിനെക്കുറിച്ച് അറിയില്ല. എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഇത് തീർത്തും പുതിയ കാര്യമാണ്. പാപങ്ങളുടെ കണക്ക് ശരീരത്തിലല്ല ഉള്ളത്. ഇത്രയും ചെറിയ ബിന്ദുവായ ആത്മാവിലാണ് മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുള്ളത്. ആത്മാവ് പതീതമാകുമ്പോൾ ശരീരത്തിലും അതിന്റെ പ്രഭാവം ഉണ്ടാകും. ആത്മാവ് പാവനമാകുമ്പോൾ ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ആത്മാവാണ് ദുഃഖിയും സുഖിയും ആകുന്നത്. ശരീരത്തിന് മുറിവേൽക്കുമ്പോൾ ആത്മാവിനാണ് ദുഃഖമുണ്ടാകുന്നത്. പറയാറുമുണ്ട്, ഇത് ദുഃഖിയായ ആത്മാവാണ്, സുഖിയായ ആത്മാവാണ്. ഇത്രയും ചെറിയ ഒരാത്മാവ് എത്ര പാർട്ടാണ് അഭിനയിക്കുന്നത്? അത്ഭുതമല്ലേ? ബാബ സുഖം നൽകുന്നു. അതിനാലാണ് ബാബയെ ഓർമ്മിക്കുന്നത്. ദുഃഖം നൽകുന്നത് രാവണനാണ്. ഏറ്റവും ആദ്യത്തേത് ദേഹാഭിമാനമാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ ആത്മാഭിമാനിയായി മാറണം. ഇതിൽ വളരെയധികം പരിശ്രമമുണ്ട്. ബാബയ്ക്കറിയാം, സത്യമായ ഹൃദയത്തോടെ യുക്തിയോടുകൂടി ഓർമ്മിക്കുന്നവർ കുറച്ചുപേർ മാത്രമാണ്. മധുബനിലിരുന്നിട്ടും മറന്നുപോകുന്നു. അഥവാ ദേഹി അഭിമാനിയാണെങ്കിൽ ഒരു പാപകർമ്മവും ചെയ്യില്ല. ബാബയുടെ നിർദ്ദേശമാണ്, മോശമായതൊന്നും കേൾക്കരുത്, കാണരുത്. ഇത് കുരങ്ങന്മാർക്ക് വേണ്ടിയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യർ കുരങ്ങനെപ്പോലെ ആയതുകൊണ്ടാണ് കുരങ്ങന്റെ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. മുഴുവൻ ദിവസവും വ്യർത്ഥ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അതിനാൽ ബാബ മനസ്സിലാക്കി തരുന്നു, പരസ്പരം ദുഃഖം മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളും ചില സെന്ററുകളിലുണ്ട്. ചില നല്ല കുട്ടികൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു. മനസ്സാ വാചാ കർമ്മണ ആർക്കും ദുഃഖം നൽകരുതെന്ന് അവർ മനസ്സിലാക്കുന്നു. വാക്കുകളിലൂടെ ആർക്കെങ്കിലും ദുഃഖം നൽകുകയാണെങ്കിൽ ദുഃഖിയായി മരിക്കും. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾ എല്ലാവർക്കും സുഖം കൊടുക്കണം. എല്ലാവരോടും ദേഹി അഭിമാനിയായിരിക്കാൻ പറയണം. ബാബയെ ഓർമ്മിക്കൂ. മറ്റൊരു പൈസയുടെയും കൊടുക്കൽ വാങ്ങലിന്റെ കാര്യമില്ല. സ്നേഹിയായ ബാബയെ മാത്രം ഓർമ്മിക്കൂ. എന്നാൽ നിങ്ങളുടെ വികർമ്മം ഭസ്മമാകും. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായി മാറും. ഭഗവാന്റെ വാക്കുകളാണ് മന്മന ഭവ. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. മറ്റൊന്നും പരസ്പരം സംസാരിക്കരുത്. ബാബയെ മാത്രം ഓർമ്മിക്കൂ. മറ്റുള്ളവരുടെ മംഗളം ചെയ്യൂ. നിങ്ങളുടെ അവസ്ഥ വളരെ മധുരമുള്ളതായിരിക്കണം. നിങ്ങളെ ആര് കാണുകയാണെങ്കിലും അവർ പറയണം, ബാബയുടെ കുട്ടികളും ബ്ലോട്ടിംഗ് പേപ്പറുകളാണ്. ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വന്നിട്ടില്ല. ആരെങ്കിലും ബാബയോട് കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയും, ഇപ്പോൾ ബ്ലോട്ടിംഗ് പേപ്പർ അല്ല, കടലാസിന് സമാനം പോലും ആയിട്ടില്ല. ബാബ എല്ലാ സെന്ററുകളിലെയും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ബോംബെയിൽ, കൽക്കത്തയിൽ, ഡൽഹിയിൽ എല്ലാ സ്ഥലങ്ങളിലും കുട്ടികളുണ്ടല്ലോ. ഇന്നയാൾ ഒരുപാട് ശല്യം ചെയ്യുന്നു എന്ന വാർത്തകളെല്ലാം ബാബയ്ക്ക് വരുന്നുണ്ട്. പുണ്യാത്മാവായി മാറുന്നതിന് പകരം ഒന്നുകൂടി പാപാത്മാവാക്കി മാറ്റുന്നു. ബാബയോട്
ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തരാൻ സാധിക്കും. ശിവബാബയ്ക്ക് എല്ലാം അറിയാമല്ലോ. ബാബയുടെ അടുത്ത് എല്ലാ കണക്കുകളുമുണ്ട്. ബ്രഹ്മബാബയ്ക്കും പറഞ്ഞു തരാൻ സാധിക്കും. മുഖത്തിലൂടെ തന്നെ എല്ലാം അറിയാൻ സാധിക്കും. ഈ കുട്ടി ബാബയുടെ ഓർമ്മയിൽ വളരെ മുഴുകിയിരിക്കുന്നു. ഇവരുടെ മുഖം തന്നെ സന്തോഷം നിറഞ്ഞ ദേവതകളെ പോലെയാണ്. ആത്മാവ് സന്തോഷത്തിലാണെങ്കിൽ ശരീരവും സന്തോഷത്തിൽ കാണാൻ സാധിക്കും. ശരീരത്തിന് ദുഃഖമുണ്ടാകുമ്പോൾ ആത്മാവിനും ദുഃഖത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. ഒരു കാര്യം എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ടിരിക്കൂ. ശിവബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. മനുഷ്യർ കൃഷ്ണ ഭഗവാന്റെ വാക്കുകളാണെന്ന് എഴുതിവെച്ചു. കൃഷ്ണനെ ഒരുപാട് പേർ ഓർമ്മിക്കാറുണ്ടല്ലോ, എന്നാൽ ആരുടെയും പാപം നശിക്കുന്നില്ല. ആരെയാണ് ഓർമ്മിക്കേണ്ടതെന്ന് അറിയുന്നില്ല. പരമാത്മാവിന്റെ രൂപമെന്താണ് അതും അറിയില്ല. അഥവാ സർവവ്യാപി എന്ന് പറയുന്നുവെങ്കിൽ ആത്മാവ് നക്ഷത്രത്തിന് സമാനമായതുപോലെ പരമാത്മാവും നക്ഷത്രത്തിന് സമാനം തന്നെ ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന് പറയുന്നു. ഈ കണക്കിന് നോക്കുകയാണെങ്കിലും ബിന്ദുവിന് സമാനം തന്നെ ആയിരിക്കും. ചെറിയ ഒരു ബിന്ദുവാണ് പ്രവേശിക്കുന്നത്. എല്ലാ ബിന്ദുക്കളോടും, അതായത് ആത്മാക്കളോടും പറയുന്നു, കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ. കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളില്ലാതെ ആത്മാവിന് ശബ്ദമുണ്ടാക്കാൻ സാധിക്കില്ല. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും രൂപം ഒന്നാണല്ലോ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പരമാത്മാവ് വലിയ ലിംഗമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ബാബയും ബിന്ദുവാണ്, എന്നാൽ പതീത പാവനനാണ്. നിങ്ങളെല്ലാവരുടെയും ആത്മാവ് പതീതമാണ്. എത്ര വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ ദേഹി അഭിമാനിയായി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുക്കൂ. ഞാൻ 2 അക്ഷരം മാത്രമേ പറയുന്നുള്ളൂ, മന്മന ഭവ. പിന്നീട് അല്പം വിശദമായി പറയുന്നു. ഇത് ശാഖകളും ഉപശാഖകളുമാണ്. ആദ്യം സത്തോ പ്രധാനം, പിന്നെ സത്തോ രജോ തമോയിലേക്ക് വരുന്നു. പാപാത്മാവാകുന്നതിലൂടെ എത്ര കറയാണ് പുരളുന്നത്. കറകളെല്ലാം എങ്ങനെ ഇല്ലാതാകും? ഗംഗാ സ്നാനത്തിലൂടെ പാപങ്ങൾ ഇല്ലാതാകുന്നു എന്നാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത്. എന്നാൽ അത് ശരീരത്തിന്റെ സ്നാനമാണ്. ആത്മാവ് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ പാവനമാകൂ. ഇതിനെയാണ് ഓർമ്മയുടെ യാത്ര എന്ന് പറയുന്നത്. എത്ര സഹജമായ കാര്യമാണ് ദിവസേന ബാബ മനസ്സിലാക്കി തരുന്നത്. ഗീതയിലും ഇതിലാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. മന്മന ഭവ. സമ്പത്ത് ലഭിക്കുക തന്നെ ചെയ്യും. എന്നെ മാത്രം ഓർമ്മിക്കൂ, എന്നാൽ പാപങ്ങൾ ഇല്ലാതാകും. ബാബ അവിനാശിയായ ബ്ലോട്ടിംഗ് പേപ്പർ ആണല്ലോ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പാവനമായി മാറുന്നു. പിന്നീട് രാവണൻ പതീതമാക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു അച്ഛനെ ഓർമ്മിക്കണമല്ലോ. ചിലർ ഓർമ്മിക്കുന്നതേയില്ല. അവരുടെ അവസ്ഥ എന്തായി തീരും? ബാബ പറയുന്നു, കുട്ടികളെ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കൂ. കേവലം ഒരേ ഒരു കാര്യമാണുള്ളത്, ദേഹി അഭിമാനി ആകൂ. എന്നെ ഓർമ്മിക്കൂ. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നതെന്ന് അറിയാമല്ലോ. ആത്മാവ് തന്നെയാണ് ദുഃഖവും സുഖവും അനുഭവിക്കുന്നത്. ഒരിക്കലും പരസ്പരം ഹൃദയം ദുഃഖിപ്പിക്കരുത്. പരസ്പരം സുഖം നൽകണം. നിങ്ങളുടെ ജോലി തന്നെ ഇതാണ്. പരസ്പരം ദുഃഖം നൽകുന്ന ഒരുപാട് പേരുണ്ട്. പരസ്പരം ദേഹത്തിൽ കുടുങ്ങിപ്പോകുന്നു. മുഴുവൻ ദിവസവും പരസ്പരം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. മായയും ശക്തിശാലിയാണ്. ബാബ പേരെടുത്ത് പറയുന്നില്ല. അതിനാലാണ് ബാബ പറയുന്നത്, കുട്ടികളെ ദേഹി അഭിമാനിയായി ഭവിക്കൂ. ജ്ഞാനം
വളരെ സഹജമാണ്. ഓർമ്മയിൽ തന്നെയാണ് ബുദ്ധിമുട്ട്. മറ്റ് പഠിപ്പ് 15-20 വർഷങ്ങൾ പഠിക്കുന്നു. അതിലെത്ര വിഷയങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ഈ ജ്ഞാനം വളരെ സഹജമാണ്. ഡ്രാമയെക്കുറിച്ച് അറിയുക എന്നത് ഒരു കഥ പോലെയാണ്. മുരളി വായിക്കുക എന്നതും വലിയ കാര്യമൊന്നുമല്ല. ഓർമ്മയിൽ തന്നെയാണ് പ്രയത്നം. ബാബ ഡ്രാമ എന്നേ പറയൂ. എങ്കിലും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ യോഗ അഗ്നിയിലൂടെ നിങ്ങളുടെ പാപങ്ങൾ ഭസ്മമാകും. നല്ല നല്ല കുട്ടികൾ പോലും ഇതിൽ തോറ്റുപോകുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരിക്കലും ആരുടെയും ഹൃദയത്തെ ദുഃഖിപ്പിക്കരുത്. എല്ലാവർക്കും സുഖം നൽകണം. ഒരേ ഒരു ബാബയുടെ ഓർമ്മയിലിരുന്ന് മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കണം. 2. പാപങ്ങളുടെ കറ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദേഹി അഭിമാനിയായി മാറി അവിനാശി ബ്ലോട്ടിംഗ് പേപ്പറായ ബാബയെ ഓർമ്മിക്കണം. സർവരുടെയും മംഗളമുണ്ടാകുന്ന തരത്തിൽ തന്റെ അവസ്ഥ വളരെ മധുരമായിരിക്കണം. വരദാനം: തന്റെ ശ്രേഷ്ഠതയിലൂടെ നവീനതയുടെ കൊടി പാറിക്കുന്ന ശക്തി സ്വരൂപരായി ഭവിക്കട്ടെ. ഇപ്പോൾ സമയാനുസരണം ശക്തി രൂപത്തിന്റെ പ്രഭാവം മറ്റുള്ളവർക്ക് മേൽ വീഴ്ത്തുമ്പോൾ അന്തിമ പ്രത്യക്ഷത സമീപം കൊണ്ടുവരാം. സ്നേഹത്തെയും സഹയോഗത്തെയും പ്രത്യക്ഷമാക്കിയാൽ ഇങ്ങനെ സേവനത്തിന്റെ കണ്ണാടിയിൽ ശക്തി രൂപത്തിന്റെ അനുഭവം ചെയ്യിക്കൂ. എപ്പോഴാണോ തന്റെ ശ്രേഷ്ഠതയിലൂടെ ശക്തി രൂപത്തിന്റെ നവീനതയുടെ കൊടി പാറിക്കുമെങ്കിൽ അപ്പോൾ പ്രത്യക്ഷത ഉണ്ടാകും. തന്റെ ശക്തി സ്വരൂപത്തിലൂടെ സർവശക്തിവാൻ അച്ഛന്റെ സാക്ഷാത്കാരം ചെയ്യിക്കൂ. സ്ലോഗൻ: മനസ്സാശക്തികളിലൂടെയും കർമ്മത്തിലൂടെയും ഗുണങ്ങൾ ദാനം ചെയ്യുക തന്നെയാണ് മഹാദാനം. അവ്യക്ത സൂചന: നിശ്ചയത്തിന്റെ അടിത്തറ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തരുമായിരിക്കൂ. ബാബയ്ക്ക് കുട്ടികളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഇതേ കുട്ടികളാണ് വിഘ്ന വിനാശക ആത്മാക്കൾ, പൂജ്യ ആത്മാക്കൾ. ഈ കുട്ടികൾ ബാബയെക്കാളും മുന്നിലാണ്. നിമിത്തമായി സദാ ബാബയെപ്പോലും നിശ്ചിന്തമാക്കുന്നവരാണ്. സദാ സന്തോഷ വാർത്ത കേൾപ്പിക്കുന്നവരായ ഓരോരുത്തരും വിശേഷമാണ്. സ്വയത്തിലും ഇങ്ങനെ വിശ്വാസം വെച്ച് സ്മൃതി സ്വരൂപത്തിൽ കഴിയൂ എങ്കിൽ വിജയിയായി മാറും. ഓം ശാന്തി.